മോഹൻലാൽ ഷാജി കൈലാസ് കോംബോയിൽ റിലീസായ വിജയപരാജയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിക്കിപീഡിയയിൽ നിന്ന് ലഭിച്ച അറിവുകൾ വെച്ചാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് പലതും കറക്റ്റ് അല്ല. സിനിമ ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പ് ആയിരുന്ന പല സിനിമകളും ഇതിൽ ഹിറ്റാണ്. അങ്ങനെ എനിക്ക് തോന്നിയ സിനിമകൾ വീഡിയോയുടെ അവസാനം പറയാം. 1997 തുടങ്ങിയ ഈ കൂട്ടുകെട്ട് 8 സിനിമകൾ വരെ ഈ കാലയളവിൽ ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ ആറാം തമ്പുരാൻ. ലാലേട്ടന്റെ എക്കാലത്തെയും മികച്ച മാസ് സിനിമകളിൽ ഒന്നാണിത്. തിയേറ്ററിൽ വൻ ഹിറ്റായ ഈ മൂവി 250 ദിവസത്തിലധികം ഓടിയിട്ടുണ്ട്. ആ വർഷം തന്നെ ഹിറ്റായ ചന്ദ്രലേഖയുടെ കളക്ഷൻ പൊട്ടിച്ച് അക്കാലത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. വീണ്ടും ഈ ഹിറ്റ് കോംബോ ഒന്നിച്ചത് 2000-ലായിരുന്നു. നരസിംഹം. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. 2000-ലെ തന്നെ വൻ ബ്ലോക്ക് ബസ്റ്ററും മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നുമായി ഈ സിനിമ മാറി. മമ്മൂക്കയും അതിനൊരു പങ്ക് വഹിച്ചിരുന്നു. 2 ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം 2002-ൽ വീണ്ടും ഇവർ ഒന്നിച്ചപ്പോൾ നിരാശ നൽകി. താണ്ഡവം. അക്കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് ഡേ കളക്ഷൻ ഇട്ടെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായി മാറി. അമിത പ്രതീക്ഷകൾ അതിനൊരു വലിയ കാരണമായിരുന്നു. തിരക്കഥയിലെ പോരായ്മകളും ഡബിൾ മീനിങ്ങുകൾ നിറഞ്ഞ ഡയലോഗുകളും സീനുകളും മറ്റൊരു കാരണമായി. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പല സീനുകളും കട്ട് ചെയ്തും മ്യൂട്ട് ചെയ്തുമുള്ള പ്രിന്റാണ് കാണുന്നത്. പക്ഷേ BGM ഒക്കെ വൻ കിടുവായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ചിത്രങ്ങളിൽ ഈ ചിത്രമുണ്ട്. നാട്ടുരാജാവ്. 2004-ൽ ഓണച്ചിത്രമായി പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു ഹിറ്റ് ആയിരുന്നെങ്കിൽ കൂടി നരസിംഹവുമായി ഒരു സാമ്യം ഉണ്ടെന്ന രീതിയിൽ അന്ന് സംസാരങ്ങൾ കേട്ടിരുന്നു. ബാബ കല്യാണി. 2006-ൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. എന്നാൽ പോലും തിരക്കഥയുടെ പോരായ്മകൾ പറഞ്ഞു കേട്ടിരുന്നു. അലിഭായ്. 2007-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വിജയ ചിത്രമായിരുന്നു. റെഡ് ചില്ലീസ്. 2009-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ആവറേജ് ചിത്രം ആയിരുന്നു. എന്നിരുന്നാൽ പോലും മോശമല്ലാത്ത കളക്ഷൻ നേടി. എലോൺ. 2023-ലെ മികച്ച ബോംബ്. OTTക്ക് വേണ്ടി ചെയ്ത സിനിമ. ആദ്യ ദിനം മുതൽ തന്നെ കളക്ഷൻ നേടാൻ കഴിയാത്ത ഈ ചിത്രം ലാലേട്ടന്റെ കരിയറിൽ തന്നെ മികച്ച ദുരന്തമായി. അപ്പോൾ ഇതൊക്കെയാണ് ലാലേട്ടൻ ഷാജി കൈലാസ് ഒന്നിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഹിറ്റുകളും ഫ്ലോപ്പുകളും. അന്നത്തെ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് എൻ്റെ ഓർമ്മയിലുള്ളതും ഞാൻ കേട്ടതുമായിട്ടുള്ള വിജയിക്കാതെ പോയതും ആവറേജിൽ ഒതുങ്ങിയതുമായ പല സിനിമകളും വിക്കി ചേച്ചി ഹിറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാട്ടുരാജാവ്. വെറും ആവറേജ് വിജയം മാത്രമായിരുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. ബാബ കല്യാണി ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. അലിഭായ് ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. റെഡ് ചില്ലീസ് വൻ ദുരന്തമായ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ഇനിയും ഈ കൂട്ടുകെട്ട് നല്ല ഹിറ്റുകളുമായി വരട്ടെ.